സോ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഈ കോഡ് എഡിറ്ററിൽ കൊടുക്കണമെങ്കിൽ, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ കമൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ കമൻറ്റ്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 തരത്തിൽ കമൻറ്റ്സ് കൊടുക്കാം. ഒന്ന് മൾട്ടി ലൈൻ കമൻറ്റ്സ് കൊടുക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് // ഇതുപോലെ സ്റ്റാർ, ഈ സ്റ്റാർ സിമ്പലിനെ ആസ്റ്ററിസ്ക് എന്നും പറയും. സോ അതുപോലെ താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർ സിമ്പൽ, അതുപോലെ ഈ /. സോ ഇതിനുള്ളിൽ എഴുതുന്ന ഏതൊരു കാര്യവും, ഏതൊരു ടെക്സ്റ്റും, ഏതൊരു കമൻറ്റും എല്ലാം നമ്മുടെ ഈ സി പ്രോഗ്രാം ഇഗ്നോർ ചെയ്യുന്നതാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചോ നമ്മുടെ ലൈനോ ഒരു കോഡിനെ കുറിച്ചോ എല്ലാം നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഇങ്ങനെ എഴുതി ദിസ് ഈസ് സോ ഇനി ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഹലോ വേൾഡ് മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. സോ നമ്മൾ ഇതുപോലെ എഴുതുന്ന കാര്യങ്ങൾ // അതിനുള്ളിൽ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ആവുന്നതല്ല. സോ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ 2 // കൊടുത്തതിന് ശേഷം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ printf എന്ന് പറയുന്നതിന് ദിസ് ഈസ് എ പ്രിൻറ്റ് ഫംഗ്ഷൻ എന്ന് 2 // കൊടുത്തതിന് ശേഷം എഴുതി. ഇങ്ങനെ എഴുതുന്നതും നമുക്ക് എക്സിക്യൂട്ട് ആവുന്നതല്ല. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ എറർ മെസ്സേജ് വരുന്നതായിരിക്കും. സോ നമ്മൾ പ്രോപ്പറായി തന്നെ കമൻറ്റ് എഴുതണം. സോ 2 // എഴുതിയതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ആവുന്നതായിരിക്കും. സോ അതുപോലെ ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ എഴുതി, ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം എഴുതി. സോ ഇനി ഇതിൽ ഞാൻ ഈ 2 എണ്ണത്തിന് ഞാനിതുപോലെ // കൊടുക്കുകയാണെങ്കിൽ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 എണ്ണം മാത്രമേ റൺ ആവുകയുള്ളൂ. നമ്മൾ // കമൻറ്റ് കൊടുത്ത ഈ 2 എണ്ണം നമ്മുടെ പ്രോഗ്രാം ഇഗ്നോർ ചെയ്യുന്നതാണ്, അത് എക്സിക്യൂട്ട് ആവുന്നതല്ല. സോ ഇത്തരത്തിൽ നമുക്ക് കമൻറ്റ്സുകൾ ഉപയോഗിച്ച് നമ്മുടെ കോഡിനെ, നമ്മുടെ പ്രോഗ്രാമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നതാണ്.